ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മുടെ മാളുകളിലും മറ്റും പോകുമ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ വാങ്ങാറില്ലേ. അപ്പം നല്ല നല്ല ടേസ്റ്റോടുകൂടിയല്ലേ നമുക്ക് കിട്ടാറ്. അപ്പോൾ അതേപോലെ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് സ്വീറ്റ് കോൺ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചൂടായ പാനിലോട്ട് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ബട്ടർ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബട്ടർ നല്ലതുപോലെ മെൽറ്റായിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കോണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോണാണ്. ഒന്നുകിൽ നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി പുഴുങ്ങി എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം അതേപോലെ അങ്ങ് വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ കോണിനെ. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് പുഴുങ്ങിയെടുത്തിരിക്കുന്ന കോണാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സ്പൈസിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയും വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എരിവാണ് കേട്ടോ നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റും കിട്ടുക. ചൂടോട് കൂടി കഴിക്കാൻ എരിവുണ്ടെങ്കിലാണ് കേട്ടോ നല്ലത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊടുക്കുക കേട്ടോ. അത്യാവശ്യം നീരുള്ളതാണെങ്കിൽ ഒന്നിൻ്റെ മുറി മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. നാരങ്ങ നീര് ഇപ്പോൾ ഒരെണ്ണം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെ. ആ ഒരു പുളിയും ആ ഒരു എരിവും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ചെറിയ ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ആ ഒരു പുളിയും അതുപോലെ തന്നെ എരിവും. ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ബട്ടറിൻ്റെ സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും കോണ് കണ്ടാൽ ഞങ്ങൾ ഇതുപോലെ വാങ്ങിയിട്ട് ഇതുപോലെ തയ്യാറാക്കി കഴിക്കലാണ് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒത്തിരി ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.